നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അതിനെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് SFI പലപ്പോഴും ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. SFI പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറാണ് പതിവ്, എങ്കിലും പുതിയ പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഗവർണറെ തടയുന്നു, ഗവർണറുമായി ബന്ധപ്പെട്ട് അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വലിയ പ്രശ്നമാകുന്നു, അത് SFI ഏറ്റെടുക്കുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശിവപ്രസാദ് വലിയ രീതിയിൽ ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുന്നു. ഗവർണറെ അല്ലെങ്കിൽ VCയെ ഇവിടെ സർവകലാശാലയിൽ കയറാൻ സമ്മതിക്കില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതോടനുബന്ധിച്ച് തന്നെയാണ് ശിവപ്രസാദിൻ്റെ ഭാഗത്തു നിന്ന് ഈ പാദപൂജയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ SFI ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഞങ്ങളാണ് ഇവിടെയുള്ള RSSനും BJPക്കും എതിര് എന്ന് കാണിക്കാനാണോ ഈ ഒരു ശ്രമങ്ങൾ നടത്തുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമ്മൾ പറയില്ലേ, പുത്തനച്ച് പുരപ്പുറം നോക്കുമെന്ന് പറയില്ലേ, അതാണ് സത്യത്തിൽ നടന്നു വരുന്നത്. നമ്മൾ അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടും അവഗണനയോടും കൂടി വിട്ടുകളയാണ്. ഈ ഒരു വിഷയത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ പാദപൂജ വിഷയത്തിലേക്ക് വരുമ്പോൾ തന്നെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പാദപൂജ നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് വിദ്യാനികേതനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊണ്ടുപോയി കത്ത് കൊടുക്കുന്നു. ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങൾ പാമ്പ് അടിച്ചും കറണ്ട് അടിച്ചും കുട്ടികൾ മരിക്കണില്ലേ? ഒരു വിദ്യാനികേതന സ്കൂളിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു ഗതികേട് വരില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ടുതരാം. അങ്ങനെ ഒരു കാര്യം കാരണവശാലും വരില്ല. അത്രയും കാര്യമായിട്ടാണ് വിദ്യാനികേതൻ സ്കൂളുകളിലെ കുട്ടികളെ അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടുത്തെ പാരൻസിന് അത്രയും ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെ ആ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. ഈ പറയുന്ന പോലെ SFI ഉയർത്തുന്ന പാദപൂജ വിഷയത്തിൽ തന്നെ എന്തുകൊണ്ട് പാദപൂജ ചെയ്തുകൂടാ? അവിടുത്തെ കുട്ടികൾക്കോ അവിടുത്തെ പാരൻസിനോ ഒന്നുമില്ല, ഈ പറയുന്ന വിഷയങ്ങളൊന്നുമില്ല. ഇവർ മനഃപൂർവ്വം അതിനൊരു പ്രശ്നവൽക്കരിക്കുകയാണ് ചെയ്യണത്. അവരുടെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രശ്നവൽക്കരണം മാത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഗുരുവിനെ പൂജിക്കാന്ന് വെച്ചോ, നമ്മുടെ വിദ്യാലയ സ്കൂളിൽ ഗുരുപൂജ മാത്രമല്ല നടക്കുന്നത്, മാതൃപൂജ നടക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള പൂജകളും നടക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രപൂജ നടക്കുന്നുണ്ട് ഓഗസ്റ്റ് 15-ന്റെ സമയത്ത്. അതുപോലെ ഭാരതീയ സംസ്കാരം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരു നല്ല രീതിയിൽ തന്നെ ആചാരമായിട്ട് തന്നെ നടന്ന് പോകുന്ന സ്ഥലമാണ് വിദ്യാനയന സ്കൂളുകൾ. അവിടെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഹിന്ദുവിൻ്റെ കുട്ടിയോ സംഘികളുടെ കുട്ടിയോ ഒന്നുമല്ല അവിടെ പഠിക്കണത്. അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പഠിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ പഠിക്കുന്നുണ്ട്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും വിദ്യാനികേതൻ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. നമ്മളെ അവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ട് അമ്മയെ നമ്മൾ ബഹുമാനിക്കണം, ശേഷം അച്ഛനെ നമ്മൾ ബഹുമാനിക്കണം, ഗുരുവിനെ ബഹുമാനിക്കണം, ശേഷമേ നമുക്ക് ദൈവം വരുള്ളൂ എന്ന് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അവരുടെ അധ്യാപകരെ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാന അധ്യാപകൻ്റെ കാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് പൂവിട്ടു എന്ന് വെച്ചാൽ അതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അങ്ങനെ അറിഞ്ഞു വളരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ വില അറിഞ്ഞു വരുന്ന കുട്ടികൾ ഭാവിയിൽ ഒരിക്കലും PM ആർഷോയെ പോലെ സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ വയറ്റി ചവിട്ടിയിട്ട് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറയാൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരും തയ്യാറാവില്ല. അല്ലെങ്കിൽ അധ്യാപകർക്ക് കുഴിമാട ഉണ്ടാക്കാനും, അല്ലെങ്കിൽ അധ്യാപകരെ ഇല്ലാണ്ടാക്കാനും, അധ്യാപകർക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കാനും, VCയെ തടയാനും, അധ്യാപകരെ കൊല്ലാനും, അധ്യാപകരുടെ കൈ വെട്ടാനും കാല് വെട്ടാനും ഒന്നും ഒരിക്കലും ഞങ്ങളുടെ കുട്ടികൾ പോവില്ല. ഞങ്ങളുടെ കുട്ടികൾ അതുപോലെ തന്നെ ക്ലാസ് മുറികൾ, SFI പലതവണയും ക്ലാസ് മുറികൾ തർക്കത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായി ക്ലാസ് മുറികളെ പലതവണയും മാറ്റാറുണ്ട്. അപ്പം ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിൽ തന്നെ SFI പലതരത്തിലുള്ള മണ്ടത്തരങ്ങൾ വിളമ്പാൻ വേണ്ടിയിട്ട് ക്യാമ്പയിനുമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാറുണ്ട്. ഞാൻ അർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛത്തോടുകൂടി മിണ്ടാണ്ടിരിക്കുക ചെയ്യാറ്. നമ്മളെന്തെങ്കിലും ഒരു ക്യാമ്പയിന് പോകുന്ന സമയത്ത് അവർ ഈ പറയുന്ന പോലെ നമ്മളുമായിട്ട് തർക്കത്തിന് വരാറുണ്ട്. നമ്മൾ ആ സാധനം മാക്സിമം ഒഴിവാക്കി അവിടെ വിടും. കാരണം ഒന്നാമത്തെ കാര്യം, ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് തമ്മിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്താനും സംഘർഷത്തിലേക്ക് പോകാനുമുള്ള ഇടമല്ല എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ക്ലാസ് മുറികൾക്ക് നമ്മൾ സരസ്വതി വിദ്യാനികേതൻ അല്ലെങ്കിൽ വിവേകാനന്ദ വിദ്യാലയം, വ്യാസവിദ്യാലയം എന്നൊക്കെ പറയുന്ന സമയത്ത് വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ നമ്മൾ ഈ വിദ്യാലയങ്ങളെ സരസ്വതി ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അത് വിദ്യ നൽകുന്ന ഇടമാണ്. ആ സ്കൂൾ എന്ന് പറയുന്ന വെറും ഒരു സ്കൂളല്ല. അപ്പം നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ എന്താ പഠിപ്പിക്കുന്നത്? സിലബസിലുള്ളത് പഠിപ്പിച്ചു പോവുക. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം എവിടെയും കൊടുക്കണില്ല. അതിപ്പോൾ ഏത് സ്കൂളിലാണെങ്കിലും
ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏത് സ്കൂളിലാണെങ്കിലും ഈ പറയണ പോലെ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു സിലബസ് ഇവരുണ്ടാക്കുന്നു, അത് കുട്ടികൾക്ക് അരച്ച് കലക്കി കൊടുക്കുന്നു, കുട്ടികൾ ഇത് അരച്ച് കലക്കി പഠിക്കുന്നു, എക്സാം വരുമ്പോൾ ഈ സാധനം അങ്ങനെ തന്നെ കൊടുക്കുന്നു, എഴുതുന്നു, അവർ ആ സാധനം മൈൻഡിൽ നിന്ന് കളയുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണപ്രദമാകുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള എന്ത് വിദ്യാഭ്യാസമാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ ഇവർ പറയണ പോലെ കൊടുക്കുന്നത്? വിദ്യാനികേതൻ്റെ സ്കൂളിൽ അത് കൊടുക്കണ്ട. അതാണ് വിദ്യാനികേതൻ്റെ സ്കൂളും ഗവൺമെൻറ് സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസം. വിദ്യാനികേതൻ്റെ സ്കൂളുകളിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് അവർ ഭയങ്കരമായിട്ട് പാട്രിയോട്ടിസം കൊടുത്തുവിടും. അത് നല്ല രീതിയിൽ കുട്ടികളിലേക്ക് ഇൻജെക്ട് ചെയ്യും. പാട്രിയോട്ടിസം, നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏറ്റവും വലുത്, അത് തന്നെയാണ് RSSന്റെ സങ്കല്പവും. രാഷ്ട്രീയമല്ല, നമുക്ക് ഒരു RSSകാരന് ഒന്നാമത് രാഷ്ട്രമാണ്, രണ്ടാമതും രാഷ്ട്രമാണ്, മൂന്നാമതും രാഷ്ട്രമാണ്, അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ മതി എന്നാണ് നമ്മളെ സംഘത്തിൻ്റെ കാര്യകർത്താക്കൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഈ സെയിം സാധനമാണ് വിദ്യാനയൻ്റെ സ്കൂളിലേക്ക്. ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മളെ രാഷ്ട്രത്തിനാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഗുരുപൂജ നടത്തുന്ന സമയത്ത് RSSന്റെ സങ്കല്പം അനുസരിച്ച് ഗുരു എന്ന് പറയുന്നത് രാഷ്ട്രം തന്നെയാണ്. ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഉത്സവമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഉത്സവമായിട്ടാണ് നമ്മൾ ഗുരുപൂർണിമയെ കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മൂല്യങ്ങൾ പകർന്നു കൊടുത്ത് സിലബസിനപ്പുറത്തേക്ക്, നമുക്കറിയാം വിദ്യാനികേതൻ്റെ സ്കൂളിലുള്ള ഏത് കുട്ടികളോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. അത് നമ്മൾ സിലബസിന് അപ്പുറത്തേക്ക് ഒരു നല്ലൊരു സംസ്കാരം, ആ സംസ്കാരം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മളത് കൊടുക്കുന്നത്. ഏതൊരു വിഭാഗത്തിൽ പെടുന്നവനും ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു കുട്ടിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ, പാരൻസിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മളവിടെ ചെയ്യുന്നുള്ളൂ, കുട്ടികളിലേക്ക് കൊടുക്കണുള്ളൂ. ഒരു നല്ല വ്യക്തി സമൂഹത്തിലേക്ക് എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ള കൃത്യമായ പ്ലാനോട് കൂടി തന്നെയാണ് വിദ്യാനികേതൻ സ്കൂളുകൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലിവിടെ ആർക്കാ പ്രശ്നം? ഈ പറയുന്ന ശിവപ്രസാദ് ഇങ്ങനെ വിദ്യാനികേതൻ്റെ സ്കൂളുകൾ ഉണ്ടെന്ന് അറിയണത് എന്നാ? കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ചാനൽ ചർച്ചയിൽ പി ശ്യാമരാജേട്ടനുമായിട്ട് സംവാദത്തിലുള്ള സമയത്ത് കാവ്യവൽക്കരണത്തിന് നിങ്ങൾ ശ്രമിക്കുകയാണ്, വിദ്യാഭ്യാസ മേഖലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ തിരിച്ചു ചോദിക്കണത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കേണ്ട എന്ത് കാര്യമുള്ളതെന്ന് ചേട്ടൻ ചോദിക്കുന്നത്. കാരണം നമ്മുടെ കീഴിൽ ഇത്രയും സ്കൂളുകളും കോളേജുകളും ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ അടിയിൽ ഇവർ ഈ പിൻവാതിലൂടെ നിയമനം നടത്തുന്ന സർവകലാശാലകൾ, ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സർവകലാശാലകൾക്ക് കാവ്യവൽക്കരണം നടത്തേണ്ട എന്ത് കാര്യം RSSനുള്ളത്? കേരളത്തിൽ ഏതോ 4-5 യൂണിവേഴ്സിറ്റികൾ കാവ്യവൽക്കരിച്ചുകൊണ്ട് നമുക്ക് എന്താ അതിനകത്തുനിന്ന് കിട്ടുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം വിദ്യാനികേതൻ്റെ സ്കൂളുകളെ പറ്റിയിട്ട് സംസാരിച്ചു വന്നത്. അപ്പോഴാണ് സത്യത്തിൽ കക്ഷി ഈ വിദ്യാനികേതൻ്റെ സ്കൂളുകൾ ഉണ്ടെന്ന് തന്നെ സത്യം പറഞ്ഞാൽ അറിയുന്നതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതെ, കാരണം അവരെ സംബന്ധിച്ച് അവർ പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരുന്നു പറയുന്നതല്ലാതെ അവർ ഏത് പള്ളിക്കൂടം പണിതേക്കുന്നത്? കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പണം കൊണ്ട്, പൊതുജനത്തിൻ്റെ പണം കൊണ്ട് നടന്നു പോകുന്ന ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ഇവരുടെ ആളുകളെ കുത്തി നിറച്ച് ഇവരുടെ രാക്ഷസക്കോട്ടയാക്കാൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഇവരെവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതേക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ ഇവരെന്ത് മൈൽക്കുറ്റിയെ സ്ഥാപിച്ചിരിക്കുന്നത്? ഇവർ പറയണ പോലെ എന്ത് ചെയ്തിട്ടാണ് ഇവർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ RSS കാവ്യവൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ എന്നൊക്കെ പറയണത് എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരില്ല? അത് പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത് വിദ്യാനികേതൻ സ്കൂളുകളെ പറ്റി പറഞ്ഞത്. ഇത്രയധികം 13,000-ലധികം വിദ്യാനികേതൻ സ്കൂളുകൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴും സത്യത്തിൽ കക്ഷി ഇതറിയുന്നത്. പിന്നെ അങ്ങോട്ട് വിദ്യാനികേതനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാം എന്നുള്ള മൈൻഡിലായി ആള്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും അറിയില്ല RSS എന്താണെന്നും ഇവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ശക്തിയല്ല RSS എന്നും. നമ്മൾ പറയില്ല കൊട്ടക്കിണറ്റിലെ തവളകൾ കൈയും കാലും ഇട്ട് അടിക്കുന്നതായിട്ട് നമ്മളിതിനെ കാണുന്നുള്ളൂ. കാരണം ഇവിടെ 4-3 SFIക്കാർ RSSനെതിരെ സമരം ചെയ്താൽ രാഷ്ട്രം ഭരിക്കുന്ന RSSന് എന്ത് പറ്റാനുള്ളത്? ഇപ്പം ഈ പറയണ പോലെ ഇവർ പറയണത് RSSകാർ ഇതുപോലെ വിദ്യാലയങ്ങൾ നടത്തണതും അല്ലെങ്കിൽ സ്കൂളുകളിലെ കുട്ടികളെ ഇങ്ങനെ ഇത് പഠിപ്പിക്കണതും ഒക്കെ BJPക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറയാം. ഞാൻ ബാലഗോകുലത്തിൽ നിന്ന് യുവമോർച്ചയിലേക്ക് വരുന്ന സമയത്ത് എന്നോട് സംഘത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോളെ നീ ഈ പ്രായത്തിൽ രാഷ്ട്രീയം അത് നീ ഒന്നുകൂടെ ആലോചിക്കുന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം RSS വേറെയാണ്, BJPയും വേറെയാണ്, ഇത് രണ്ടും ഒന്നല്ല. RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ആ തെറ്റിദ്ധാരണ മാറിയാലുള്ള പ്രശ്നമേ ഉള്ളൂ. RSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന RSSകാരനായിട്ടുള്ള വ്യക്തിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പോകണതിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല.
കോൺഗ്രസിൽ പോണതിന് എന്താ കുഴപ്പം? ആർ എസ് എസ്സുകാരുടെ കൂട്ടത്തിലുള്ളവർ ആർ എസ് എസിന്റെ കാര്യകർത്താക്കൾ പറയില്ല നിങ്ങൾ ആർ എസ് എസിൽ വർക്ക് ചെയ്തിട്ട് CPM പോകാൻ പാടില്ല, കോൺഗ്രസിൽ പോകാൻ പാടില്ല, BJP-യിലേക്കേ പോകാൻ പാടുള്ളൂ. BJP-യിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജന്റ് ഒന്നും അല്ല ആർ എസ് എസിന് അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ല. ആർ എസ് എസിന് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആർ എസ് എസ് എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിനായിക്കൊണ്ട്, രാഷ്ട്രത്തിലെ ഈ നാട്ടിലെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നടത്താൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചു പോരുന്ന ഒരു ശക്തിയാണ് RSS എന്ന് പറയുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ ആർമിക്ക് ശേഷം അല്ലെങ്കിൽ നേവിക്ക് ശേഷം 4ാമത്തെ ഏറ്റവും വലിയ രാജ്യത്തെ പ്രതിരോധ ശക്തിയാണ് RSS എന്ന് പറയുന്നത്. കാരണം ഈ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോലുള്ള ആളുകൾക്ക് രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവിടെ ഒരു വൻ മതിൽ പോലെ നിൽക്കുന്നത് RSS-ആണ്. RSS-നെ ഇല്ലാണ്ടാക്കാണ്ട് ഇവർക്ക് രാഷ്ട്രത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ RSS-നെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്. ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തി RSS എന്ന് പറയുന്നത്. ആ RSS-ന് രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ രാഷ്ട്രീയം പ്രവർത്തനത്തിന് വേണ്ടി പോകണം എന്നല്ല, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകണം എന്നാണ് കുട്ടികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്. ബാലഗോകുലത്തിലായാലും RSS-ന്റെ ആളുകളാണെങ്കിലും അത് തന്നെയാണ് പറഞ്ഞു പഠിപ്പിക്കും. ഇപ്പോൾ എനിക്ക് യുവമോർച്ചയിലേക്ക് കോൾ വന്ന സമയത്ത് എന്നെ സംഘത്തിൻ്റെ ഏട്ടന്മാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ മോളെ നമുക്ക് പറ്റുന്നതാണോ രാഷ്ട്രീയം, അതിലേക്ക് ഇപ്പോൾ പോകണോ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാനത് നിർത്തി തിരിച്ചു പോരാം, എന്നെ കൊണ്ട് പറ്റുമോയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് ഈ പറയണ പോലെ യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം നേരിട്ടൊരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാതെ നേരിട്ട് ബാലഗോകുലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നേരിട്ട് ഇതിലേക്ക് പോകുന്നൊരു സാഹചര്യം എനിക്കുണ്ടായത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ കുഞ്ഞാണ്, നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകണോ? രാഷ്ട്രീയത്തിൽ പോയി പ്രവർത്തിക്കാനൊന്നും RSS-ന്റെ നേതാക്കൾ ആരെയും പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെയും അങ്ങനെ തള്ളിപ്പറഞ്ഞൊന്നും വിടാറില്ല. കാരണം രാഷ്ട്രീയമല്ല RSS-ന് പ്രധാനം എന്ന് പറയണത്, രാഷ്ട്രം തന്നെയാണ്. രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവർ എൻ്റെ അടുത്ത് ചോദിച്ചു, രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, നിൻ്റെ ഈ ഒരു ഏജിൽ നിനക്കതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നീ ഞങ്ങളുടെ അഭിപ്രായം പോവണ്ട എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസത്തിന്റെ പുറത്ത്, ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ചെന്ന് കയറി കൊടുത്തതാണ്. അതെ, അത് പക്ഷെ ഞാൻ അതിലൊരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇതിൽ ഇത്ര കാലം പിടിച്ചു നിൽക്കണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എനിക്കതിൽ ഒരിക്കലും റിഗ്രറ്റ് ഇല്ല. കാരണം ഞാൻ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാണെന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ അങ്ങനെ തന്നെ പറയുന്ന സമയത്ത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന പേരാണ് സംഘി എന്ന വിളിപ്പേര്. പലപ്പോഴും അവൻ സംഘിയാണ് അല്ലെങ്കിൽ അയാൾ സംഘിയാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അധീന ഒരു സംഘിയാണോ? സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ സംഘപരിവാറിന്റെ ഒരു ഭാഗമാണ്. സംഘപരിവാറിനെയാണ് നിങ്ങൾ സംഖ്യ എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതെ, ഞാൻ ആ സംഖ്യകൾ ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണ്. പക്ഷെ സംഖ്യ എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ഒരാളോട് ഇപ്പം നമ്മൾ മാപ്രകളെന്ന് മാധ്യമ പ്രവർത്തകരെ വിളിക്കാറുണ്ട്. ബഹുമാനമുള്ളതുകൊണ്ടല്ലോ മാപ്ര എന്ന് വിളിക്കുക. നമ്മളിപ്പോൾ കോൺഗ്രസ്സുകാരെ കൊങ്ങി എന്ന് വിളിക്കുക ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന ഒരു വിളിപ്പേരല്ലോ. RSS-ന് ബഹുമാനം കൊടുക്കാതെ വിളിക്കുന്ന ഒരു പേരാണ് സംഖ്യ. അതുകൊണ്ട് ആ ഒരു പേരിനെ ഞാൻ ഇതാക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. പൊതുവെ ഞാൻ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയണതിന് എനിക്കൊരു പ്രശ്നമില്ല.